ഹലോ നമസ്കാരം. ഇന്ന് നമ്മളൊരു വായനാദിന പോസ്റ്ററാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു A4 എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിന് മാർജിൻ വരയ്ക്കുന്നില്ല, അതിന് പകരമായിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സെൻറ്ററിലും ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇത് മൂന്നിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ താഴെയും. ഇപ്പോൾ ഇതൊരു തുറന്നു വെച്ചിട്ടുള്ള ബുക്ക് പോലാണുള്ളത്. അപ്പോൾ ഈ ബുക്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി സെൻറ്ററിലും കൂടി ഇതുപോലെ വരച്ചിട്ട് നമുക്കിതിനെ 4 പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്കിതിൽ വരച്ചു തുടങ്ങാം. ആദ്യം ഞാനൊരു കർവ് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊരു ലൈന്, വീണ്ടും ഒരു കർവ്, ലൈന്, കർവ്, ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ മേൽക്കുമേലായിട്ട് വീണ്ടും വരച്ചു കൊടുക്കണം. മുകളിലേക്ക് പോകും തോറും കുറച്ച് ചെരിച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ വരച്ചാൽ മതി. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വരച്ചിട്ടുള്ളതെന്ന്. ബുക്സ് അട്ടിക്ക് വെച്ചതുപോലാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അതിങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ ആക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് വലിയൊരു ഡോറ് വരച്ചു കൊടുക്കുന്നുണ്ട്. തുറന്നു കിടക്കുന്നൊരു ഡോറാണ്. എന്നിട്ട് ഇതിൽ സക്സസ് എന്നും കൂടി എഴുതി കൊടുക്കാം. ഇനി ഇതിൽ ഓരോ ബുക്സിനും നമുക്ക് അറിയാവുന്ന സബ്ജക്ട്സിൻ്റെ പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മലയാളം, സയൻസ്, EVS, ഹിന്ദി. റീഡിങ് ഹാബിറ്റ് ഉള്ള ഒരാൾക്ക് സക്സസ് ഉണ്ടാവും ലൈഫിൽ. അത് കൂടാതെ വേറെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മുകളിൽ എഴുതി കൊടുക്കുന്നത്. അതായത് ഈ ഒരു ഡോറ് തുറന്നിട്ട്, സക്സസിൻ്റെ ഡോറ് തുറന്നിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അച്ചീവ് ഗോൾസ്, നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹാപ്പിനെസ്, ബെറ്റർ ഫ്യൂച്ചർ. എനിക്ക് ഓർമ്മയിൽ വന്ന കുറച്ച് വേർഡ്സാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പെൻസിൽ കൊണ്ട് അത്രയ്ക്കോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പം ഞാനൊരു മാർക്കർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പം ഈ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരയ്ക്കാൻ പോകുന്നത് കുറച്ച് സ്റ്റെപ്പുകളാണ്. താഴോട്ടേക്ക് ഇറങ്ങുന്നത് പോലാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. ഇതും ലാസ്റ്റ് ഒരു ഡോറിലേക്കാണ് ചെന്നെത്തുന്നത്. ഡോറിൻ്റെ മുകളിൽ ഒരു ക്രോസ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ എഴുതുന്നത് ഫെയിലിയർ എന്നാണ്. നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സക്സസ് എന്നായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഫെയിലിയർ എന്നാണ് ഇവിടെ എഴുതുന്നത്. ഇനി ഇതിലെ ഓരോ സ്റ്റെപ്പിലും ഓരോ സോഷ്യൽ മീഡിയ സൈറ്റ്സാണ് എഴുതുന്നത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യുന്നവർ ഫെയിലിയേഴ്സ് ആണ് എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മളൊരു ഫെയിലിയർ ആക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടാതെ വേറെ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ളതിൻ്റെ എക്സസ് ആയിട്ടുള്ള യൂസ് കൊണ്ട് സംഭവിക്കുക എന്നുള്ളത് കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ഡിപ്രഷൻ, ഡിസപ്പോയിൻമെൻറ്റ്, വേറെ എന്തെങ്കിലും വേർഡ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂട്ടിച്ചേർക്കാം. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള വരയ്ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പോസ്റ്റർ ആകുമ്പം അതിൽ ഇമേജസ് മാത്രം പോരല്ലോ, എന്തെങ്കിലും വേർഡിങ്സോ മെസ്സേജസോ ഒക്കെ വേണമല്ലോ. അപ്പോൾ അതുകൂടി നമുക്ക് എഴുതി കൊടുക്കാം. ഞാൻ ആദ്യം ജൂൺ 19 വായനാ ദിനം എന്ന് സൈഡിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എഴുതി കൊടുക്കുന്നത് വളരാം നമുക്ക് വായനയിലൂടെ എന്നാണ്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് ഈ പോസ്റ്റർ തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഇംഗ്ലീഷിൽ കൊടുക്കാൻ പറ്റുന്ന വേർഡ്സ് ഞാൻ ഇവിടെ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിലെ ഗ്യാപ്പിൽ ഞാൻ വായനയുടെ മധുരം, അറിവിൻ്റെ ആകാശം എന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത്യാവശ്യം ഒരു വലിയ പോസ്റ്റർ തന്നെ തയ്യാറാക്കുക. ദൂരെ നിന്ന് വരുന്ന ആൾക്ക് പോലും പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പോസ്റ്റർ. ഇവിടെ ഞാൻ ലൈൻസ് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഇത് ബുക്കിൻ്റെ പേജസ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിലും ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നത്.
പിന്നെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നമ്മളിതിൽ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഒന്നുകൂടി നമ്മുടെ പോസ്റ്റർ ഒന്ന് അട്രാക്റ്റീവായിട്ട് തോന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും ഇമേജസ് വരയ്ക്കുമ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ആൾക്കാരുടെ അറ്റൻഷൻ പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന രീതിക്കുള്ള ഇമേജസ് വരയ്ക്കുക. പിന്നെ മാക്സിമം സ്പേസ് യൂസ് ചെയ്യുക. എല്ലാം വാരി വലിച്ച് ചെയ്യാതെ ഉള്ളത് നല്ല ഭംഗിയിൽ അത്യാവശ്യം സ്പേസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അടുത്തത് ഡിസൈൻസ് ആണ്. ആ ഒരു പോസ്റ്ററിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഡിസൈൻസൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ ഞാനൊരു ബുക്ക് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പോസ്റ്റർ കംപ്ലീറ്റ് ആയി. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വായനാശീലം ഉള്ളത് വളരെ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് എങ്കിലും വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോഷ്യൽ മീഡിയാസിലെല്ലാം അഡിക്റ്റ് ആവാതെ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള മെസ്സേജസ്. ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. കൂടാതെ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.